കോട്ടയം നഗരമധ്യത്തിൽ പല പേരുകളിൽ പല കളിയാക്കലുകൾ കൊണ്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് കോട്ടയത്തിന്റെ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ സംസ്ഥാന ബജറ്റിൽ ഇതിലൊരു തീരുമാനം, അതായത് കോട്ടയം ഫ്ലൈ ഓവറിന്റെ ഈ ഒരു ആകാശപാതയ്ക്ക് പൂർത്തിയാക്കുമെന്നൊരു പ്രഖ്യാപനം എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. കോട്ടയത്തെ ആളുകൾക്ക് എന്താണ് ഈ ഫ്ലൈ ഓവറിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പറയാനുള്ളത് ചോദിക്കാം. ചേട്ടാ, ഇപ്പൊ എന്തായാലും ഇന്ന് സംസ്ഥാന ബജറ്റിലെ ഈ ഫ്ലൈ ഓവർ പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്, എന്താ ചേട്ടന് തോന്നുന്നത്? ഇത് പലരും ചോദിക്കുന്ന, ഇവിടെ ചെരുപ്പ് കുത്താൻ വരുന്നവർ പലവരും ചോദിക്കുന്നുണ്ട്. ഈ അണ്ണാന്ന് നോക്കിയേച്ച് പറയും ഇത് എന്തിനു ഉപയോഗത്തിനുള്ളതാണെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ തന്നെത്താനെ പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇതൊന്ന് മാറിക്കിട്ടിയാൽ ആ കളിയാക്കി ഈ കോട്ടയത്ത് ഓരോ മനുഷ്യർ കളിയാക്കുന്നത് നിർത്തിക്കോളും. പറഞ്ഞ മനസ്സിലായോ? അത് എത്രയും വേഗം ഇതിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഉണ്ടാക്കാനാണ് സാധ്യത. കാരണം അവരാണല്ലോ ഭരിക്കുന്നത്. ഓരോ പുതിയ ഒരു പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രദ്ധിക്കും, ജയിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മന്ത്രിസഭ എന്ന് പറയാം. ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഉണ്ടാക്കാനാണ് ഒരു 90% സാധ്യത. പിന്നെ സാമ്പത്തികത്തിൻ്റെ വിഷയം കൊണ്ട് എങ്ങനെയാകുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. വരണം എന്നാണോ, എന്താണ് ഓക്കെ? ഇത് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എനിക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 മാസമായി കാണും. 2 മാസം മുമ്പ് എനിക്കിവിടെ ലോട്ടറി കെട്ടോളാം. അപ്പം 2-3 പാർട്ടി ഇതുപോലെ 3 പേരുണ്ടായിരുന്നു. ഇതിലെ വന്നുകൊണ്ട് ലോട്ടറി എടുത്തു. അവരിങ്ങനെ നോക്കിയിട്ടും പറഞ്ഞു, എടാ നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണല്ലോ പരിപാടി, പക്ഷേ ഇതന്നെ ഇങ്ങനെ കിടക്കണമെന്ന് വരും. അന്നേരം ഞാൻ ചോദിച്ചു, സാറേ ഇവിടുത്തെ പരിപാടി എങ്ങനെയാണ്? അന്നേരം പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുക, തൃശ്ശൂർ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചത് എങ്ങനെയാണ്. അന്നേരം അവർ പറഞ്ഞത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ്. അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അവിടെ സ്റ്റാൻഡിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. സ്റ്റാൻഡിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിലെ പറഞ്ഞ തീരുമാനം ഇപ്പം അവർ പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഓക്കെ. കാരണം ഇതുപോലുള്ള ഈ റൗണ്ടിൻ്റെ മുകളിൽ ചെറിയ ടൗൺ പണിതിരിക്കുക അവർ. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഇഷ്ടിക കൊണ്ടൊന്നും അല്ല കെട്ടിയിരിക്കുന്നത്, തകിട് കൊണ്ട് പല കെട്ടിടങ്ങളും കണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ല ഭംഗിയാണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ലതല്ലല്ലോ. ഇവിടെ തിരക്കും കുറയും. ഇവിടെ സാർ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ തിരക്ക് കണ്ടെങ്കിൽ വണ്ടികളങ്ങനെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിനിടയ്ക്ക് പിന്നെ ആളുകൾ കടന്നു പോകണം. എന്തുമാത്രം അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. തെയ്യയുടെ ഒരു പെണ്ണിൻ്റെ കാലൊക്കെ ഒരു വണ്ടി കയറി ഇറങ്ങി ഞാൻ ഇങ്ങനെ നോക്കി. ചെയ്താൽ നല്ലതായിരുന്നു, പക്ഷേ നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നും പോകാൻ പറ്റുകയില്ല. അതിൻ്റെ അത് തീർച്ചയായിട്ടും വേണം. ഒന്നാമത് നടക്കാൻ പോലും വയ്യ അതിൻ്റെ ഇടയ്ക്ക്. ചെയ്താൽ നന്നതായിരുന്നു. അതായത് ഒരു 50 വർഷത്തിന് മുമ്പ് ഒക്കെ തമിഴ്നാട്ടിലൊക്കെ ഈ പാലങ്ങളും ഇതെല്ലാം പണിത് തുടങ്ങി. അതുപോലെ കർണാടകയിൽ. ഇവിടെ മാത്രം ഒന്നും ആകുന്നില്ല. ഒരു പ്രയോജനമില്ല. ആരും കയറത്തില്ല. 100 സ്റ്റെപ്പ് മേളിൽ കയറി 100 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. ആരും കയറാനാ? എല്ലാവരും ധൃതി വെച്ച് പോകുന്നവരാ. ഒരു മനുഷ്യൻ കയറത്തില്ല. അത് വെറുതെ വേസ്റ്റാണ്. പിന്നെ പൊളിച്ചു കളയാവുന്ന ആളാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല. ഇതൊക്കെ വെറുതെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പറ്റിയ ഏറ്റവും വലിയ കയ്യബദ്ധമായി പോയി. പിന്നെ ഇപ്പം ചെയ്തു പോയി. ഇപ്പം അവരിതിപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല വേറൊന്നും. എന്തെങ്കിലും ഒരു തീരുമാനമാകുന്ന ജനങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇത്രയും തിരക്ക് പിടിച്ചൊരു കോട്ടയം ടൗണിൻ്റെ മധ്യഭാഗത്ത് ഇത്രയും തിരക്ക് പിടിച്ചൊരു സംഭവം ഉള്ളിടത്ത് ഇതിങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിങ്ങനെ മനുഷ്യന് പറയാനോ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ എത്ര കോടി രൂപയാണ് അതിൻ്റെതായിട്ട് ചിലവഴിച്ചത്. സർക്കാരിൻ്റെ ഫണ്ടല്ലേ, നമ്മുടെ ഫണ്ടല്ലേ. അപ്പം അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത പോലെ കഴിച്ചത് നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അത് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കും. അത് ചെയ്യണം. കാരണം ഇപ്പം ഇതെല്ലാം തുരുമ്പ് പിടിച്ച് പോകുന്നതിന് മുമ്പ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തോന്നുന്നില്ല ഇത് തീർക്കുമെന്ന്. ബജറ്റിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇന്നത്തെ ബജറ്റിൽ അറിയത്തില്ല എന്തായാലും ഇതൊന്നും ചെയ്യും തോന്നുന്നില്ല. ഇങ്ങനെ നടക്കുമല്ലേ. വന്നിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ഒരുപാട് ട്രോളല്ലേ ഇറങ്ങിയത്. കോട്ടയത്തുനിന്നാണെന്ന് പറയുമ്പോൾ ആദ്യമാണോ ചോദിക്കുക? പിന്നെ കോട്ടയം എന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ടല്ലേ അറിയപ്പെടുന്നത്. നല്ലതാണ്. നല്ലതായി വന്നാൽ നല്ലതായിരിക്കും. ഈ ബ്ലോക്ക് ഒന്നും കാണത്തില്ലല്ലോ. രക്ഷിക്കാൻ പറ്റുമല്ലേ? പിന്നെ രക്ഷിക്കണ്ടേ. പ്രഖ്യാപനങ്ങൾ പലതു കണ്ടതാണ്. നടപ്പാവുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതുമാണ്. എന്തായാലും ഇത് വേണമെന്നും വേണ്ട എന്നുമുള്ള അഭിപ്രായമുള്ള ആളുകൾ കോട്ടയത്ത് തന്നെ ധാരാളമായുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്, ഇത് ഇങ്ങനെ ഇവിടെ കടന്നുകൂടാ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.